ഹലോ കൂട്ടുകാരെ, സാന്ത്വനം ടൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. അങ്ങനെ കൃഷ്ണമംഗലത്ത് കാര്യമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അനുശ്രീയുടെ പോവലിനെ കുറിച്ചിട്ട്. അങ്ങനെ നമ്മുടെ വലിയച്ഛന് ദേഷ്യം വന്നിട്ട് വലിയ അലോകനം വന്ന് അടിക്കുകയാണ്. അപ്പോൾ അലോകനം വന്ന് അടിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് അക്രമമാണ് കാണിച്ചത്? നിനക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് നീ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ നീ ചെയ്തത് എന്ന് പറഞ്ഞ് വീണ്ടും അലോകനെ അടിക്കാൻ നോക്കുമ്പോൾ അച്യുതൻ വന്ന് കൈ തടയുകയാണ്. ഏട്ടാ, ഇനി അവനെ അടിക്കേണ്ട പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അച്യുതൻ ചേട്ടൻ്റെ കൈ പിടിക്കുകയാണ്. അപ്പം നമ്മുടെ വലിയച്ഛൻ പറയും, നീ അടിക്കേണ്ട അടിയാണ് ഇപ്പോൾ ഞാൻ അടിച്ചത്. നീ അവനെ മുന്നേ അടിച്ചിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ വശമാവില്ലായിരുന്നു. നീ അവനെ അടിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ അടിച്ചത് എന്നൊക്കെ പറയുകയാണ് ചേട്ടൻ. അപ്പോൾ അച്യുതൻ വന്നിട്ട് ചേട്ടൻ്റെ കൈ പിടിച്ച് ചേട്ടൻ അത്ര ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടില്ല. ചേട്ടൻ പറയും, ഇവൻ എൻ്റെ മകനാണ്, ഞാനിവൻ നന്നാൻ വേണ്ടിയിട്ടാണ് ഇവനെ അടിക്കുന്നത്, അതൊന്നും നീ മനസ്സിലാവാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അച്യുതൻ പറയും, സോറി ചേട്ടാ, എനിക്ക് അവൻ അടിക്കാനാണ്ടപ്പോൾ വിഷമം വന്നു. പിന്നെ അവൾ നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് കരിവാരി തേച്ചിട്ടല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്, അതിന് നമുക്ക് തീർച്ചയായും പ്രതികാരം ചെയ്യണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദിനിയേട്ടത്തി പറയും, അവൾ മടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ടാവുക. അപ്പോൾ രാജശ്രീ പറയും, ചേച്ചി അങ്ങനെ പറയരുത്, ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചേച്ചി പറയരുത്. അവൾക്ക് ഇത്രയും ദിവസം ഇവൻ്റെ കൂടെ ഇവൻ്റെ ഭാര്യയായിട്ടല്ലേ അവൾ താമസിച്ചിരുന്നത്. ആരുടെയെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ? ആരുടെയെങ്കിലും സമ്മതം ചോദിച്ചോ? ഒന്നും ചോദിക്കാതെയല്ലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവളുടെ അഹങ്കാരം എന്താണ്? നമ്മൾ അയാൾക്ക് നാണം കിട്ടില്ലേ എന്നാണ് രാജശ്രീ പറയുന്നത്. അപ്പം അച്യുതൻ പറയും, ഇത് ചെയ്തതിന് എന്തായാലും തീർച്ചയായും പകരം ചെയ്യണം. നമ്മളുടെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഒരു പെണ്ണ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരാളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതായത് മിത്ര അവിടെ നിന്ന് തിരിച്ച് ഈ വീട്ടിലോട്ട് തന്നെ വരണം. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ മിത്രയുടെ അച്ഛൻ പറയും, അത് ആലോചിക്കാവുന്ന കാര്യമാണ്, പക്ഷേ അതിൻ്റേത് കൃത്യമായ ഒരു സമയവും കാര്യമൊക്കെ വരണം, എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അച്യുതൻ പറയും, അത് മതി, ചേട്ടൻ്റെ ഒരു സമ്മതം മതി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മിത്രയുടെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ധർമ്മം പറയും, അതൊന്നും വേണ്ട ഏട്ടാ, കാരണം അവർ വളരെ സന്തോഷത്തിലാണ് അവരവിടെ ജീവിക്കുന്നത് എന്ന്. അപ്പോൾ രാജശ്രീ പറയും, അത് നീ പറയുന്നതല്ലേ, അവൾക്കവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്കറിയില്ലല്ലോ, അവൾ അവിടെ വിഷമിച്ചിട്ട് തന്നെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക, നമുക്കിത് എന്തായാലും ചെയ്യണം എന്ന് പറയുകയാണ് രാജശ്രീ. പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോറാണ്. ഗോമതി സ്റ്റോറിൽ രാമേട്ടനും ആകാശ് ആനന്ദൊക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ അനുവിനെ വീട്ടിലോട്ട് തിരിച്ചു കൊടുത്തതിൻ്റെ സന്തോഷത്തിലാണ് രാമേട്ടൻ പറയും, എന്തായാലും അവൻ കൃത്യസമയത്ത് ഇത് ചെയ്തത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. അപ്പോൾ ആകാശ് പറയണേ, എനിക്ക് ഒരു ഭയമുണ്ടായിരുന്നു അച്ഛൻ അവളെ തിരിച്ചു കൊണ്ടുവരാൻ സമ്മതിക്കുമോ എന്ന്. അവൾ തനിഷ്ടത്തിന് പോയതല്ലേ, ഇനി അവൾ അവിടെ തന്നെ അലോകിൻ്റെ ഭാര്യയെ തന്നെ അവിടെ കഴിഞ്ഞോട്ടെ എന്ന് പറയുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ രാമേട്ടൻ പറയും, നിങ്ങൾക്കൊന്നും നിങ്ങളുടെ അച്ഛനെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ മക്കളെ, കാരണം അവൻ ജീവിക്കുന്നത് തന്നെ അവൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നെന്ന് പറഞ്ഞാൽ അവനതൊരിക്കലും സഹിക്കുകയില്ല, ക്ഷമിക്കുകയില്ല എന്ന്. അതുപോലെ രാമേട്ടൻ ഒരു കാര്യം കൂടി പറയും, ഇനി അനു വന്നതുപോലെ ധർമ്മനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന്. അപ്പോൾ അതത്ര എളുപ്പമാവില്ല എന്നാണ് ആകാശിൻ്റെ ആനന്ദിൻ്റെ അഭിപ്രായം. കാരണം നമുക്കറിയാം മാവൻ പൈസയൊന്നും എടുക്കില്ലെന്ന്, പക്ഷേ അതിന് നമ്മളെ തെളിവ് വേണം. തെളിവിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കണം എന്ന് പറയണം. എന്തെങ്കിലും ഒരു ദിവസം നമുക്കതിന് തെളിവ് കിട്ടാതിരിക്കുകയില്ല എന്നും പറയുകയാണ് ആനന്ദ്. എന്നിട്ട് ആനന്ദ് അവിടെ ആരും കാണാത്തൊരു ക്യാമറ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ക്യാമറയുടെ പൊസിഷനൊക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ ആനന്ദ് നോക്കുന്നുണ്ട്. എന്നിട്ട് ആനന്ദ് രാമേട്ടനോട് ചോദിക്കും, ഉദയഭാനു അങ്കിൾ ഇപ്പോൾ ഈ വഴിക്കൊന്നും വരാറില്ലേ എന്ന്. അപ്പോൾ രാമേട്ടൻ പറയും, ഇന്നലെ വന്നിരുന്നു, എന്തേന്ന്? അല്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അദ്ദേഹം ഇടയ്ക്ക് വരാറുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയും രാമേട്ടൻ്റെ അടുത്ത്. അപ്പോൾ രാമേട്ടൻ പറയാം, ഇല്ല, അദ്ദേഹം ഇന്നലെ വന്നല്ലോ. അപ്പോൾ ആനന്ദ് ഇങ്ങനെ ആലോചിക്കും, എന്തായാലും അധികം വൈകാതെ ഇയാൾ വന്നിട്ട് തീർച്ചയായും കെണിയിൽ കുടുങ്ങുമെന്നുള്ള ഇതിലാണ് ആനന്ദ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഉദയഭാനുവിനെയാണ് കാണിക്കുന്നത്. ഉദയഭാനു നല്ല ചിക്കനും ചപ്പാത്തിയൊക്കെ കൂടി കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ പറയുന്നത്, അതായത് നമ്മുടെ ഈ കഞ്ഞിയും പച്ചമുളകൊക്കെ തിന്നും മടുത്തു, എന്തൊരു ടേസ്റ്റാണ് ഈ ഭക്ഷണത്തിന് എന്നൊക്കെ. അപ്പോൾ ഉദയഭാനുവിൻ്റെ ഭാര്യ ചോദിക്കും, അല്ല മനുഷ്യ, നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ പൈസ കിട്ടുന്നത്? നേരായ വഴിക്കല്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന്. അപ്പോൾ ഉദയഭാനു പറയാണ്, നമുക്ക് നന്നായി ജീവിച്ചാൽ പോരെ, എങ്ങനെ പൈസ വന്നു എന്നൊന്നും നീ ആലോചിക്കണ്ട എന്ന്. പിന്നെ ഇങ്ങനെ പോവുകയാണെന്ന് വെച്ചാൽ അധികം വൈകാതെ തന്നെ നമ്മുടെ വിദ്യമോളുടെ കല്യാണവും ഞാൻ നടത്തുമെന്നും പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഉദയഭാനുവിൻ്റെ ഭാര്യ ചോദിക്കും, അതിന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അയാൾ പറയാണ്, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നും. പിന്നെ ഉദയഭാനുവിൻ്റെ ഭാര്യ പറയും, നമ്മുടെ ആനന്ദ് മോൻ വിളിച്ചിരുന്നു എന്നെ, ഇപ്പോൾ ദേവിയുടെ കാര്യത്തിലുള്ള ടെൻഷനൊക്കെ മാറി
കാരണം അവൻ നല്ലപോലെയാണ് അവളുടെ അടുത്ത് പെരുമാറുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ കടയിലോട്ടൊക്കെ വരാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞു. കാരണം ഇപ്പോൾ അവിടെ ആരുമില്ലല്ലോ, രാമേട്ടനൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അവരൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ഇടയ്ക്കൊന്ന് വരണം എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ഉദയഭാനു പറഞ്ഞു, ഓ ഞാൻ തീർച്ചയായിട്ടും പോവും. കാരണം ഇപ്പോൾ ദേവിയുടെ കാര്യത്തിലുള്ള ടെൻഷനൊക്കെ മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവിയുടെ കാര്യത്തിൽ ഇനി പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തിലിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അനുവും മിത്രയും മീനൊക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അലോകിനെ അടിച്ചതും അലോകിനെ അവിടെ നിന്ന് അലോകിനെ അവിടെ നിന്ന് വെളിയിൽ നിന്ന് കിട്ടിയ പണിഷ്മെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നീ എന്തായാലും നീ അവൻ്റെ തലയിൽ കൂടെ സാമ്പാർ ഒഴിച്ചെന്നോ 1,00,000 രൂപയുടെ ഡ്രസ്സുകൾ എടുപ്പിച്ചതെന്നൊക്കെ കേട്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ അനു പറയും, ഇതൊക്കെ ചേട്ടന്മാരും കൂടി വന്നിട്ട് പറഞ്ഞാൽ പോരെ. പറ്റില്ല ഇപ്പം തന്നെ പറയണം എന്ന് പറഞ്ഞ് അവൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോമതി വരുന്നത്. അപ്പോൾ ഗോമതി അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വരുന്നത്. അപ്പം മിത്ര പറയും, അല്ല മീനു പറയും, അമ്മയ്ക്ക് വരാൻ പറ്റിയൊരു നേരം അവളിപ്പം കഥയിലോട്ട് കടന്നേ ഉള്ളൂ, അതൊന്ന് കേട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും അമ്മ വന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പം ഗോമതി പറയും, നിങ്ങളിപ്പോൾ കഥ കേൾക്കാൻ നിന്നോ, അതൊക്കെ നമുക്കൊരു വൈകുന്നേരം പറയാം. ഞാനൊന്ന് അമ്പലത്തിൽ പോയതാണ്, ഇവിടെ തിരിച്ച് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ദൈവത്തിനോട് നന്ദി പറയാം പോയതാണെന്ന് പറഞ്ഞ് അനുവിൻ്റെ നെറ്റിയിലൊരു കുറി തൊട്ട് കൊടുക്കും. എന്നിട്ട് മീനുവിൻ്റെ അടുത്തെത്തും. മീനു പറയും, ഞാൻ കുളിച്ചിട്ടില്ല അമ്മേന്ന്. നീ കുളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുകയാണ്. പിന്നെ മിത്രയിടയ്ക്കും കുറിയൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പായസമൊക്കെ എല്ലാവരുടെ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഒരു ഗ്ലാസ് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാവരും കുടിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ നമ്മുടെ ഗോമതി പറയാം, എന്തായാലും നമുക്ക് ഇവിടെ തിരിച്ച് കിട്ടിയല്ലോ, അത് തന്നെ എന്തൊരു സമാധാനം. എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? കാരണം കല്യാണം മുടങ്ങിയെന്ന് വിചാരിച്ച് നീ എന്തിനാ മോളെ അവൻ്റെ ഭാര്യയെ ജീവിക്കാൻ പോയത് എന്ന്. അപ്പോൾ അനു പറയുകയാണ്, അമ്മേ അവൻ എന്നെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി വിവാഹം മുടക്കാൻ തീരുമാനിച്ചു. അപ്പം എന്നെ കെട്ടിയിട്ടത് മുതൽ അവൻ പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ നാശമാണ്. അത് കേട്ടിട്ട് എങ്ങനെയാണ് അമ്മേ ഞാൻ ക്ഷമിക്കുക? പിന്നെ അവന് വിവാഹം മുടങ്ങി എന്നതിൻ്റെ സന്തോഷത്തിൽ എന്നെ തിരിച്ച് ഇങ്ങോട്ട് കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അങ്ങനെ നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ വലിയൊരു കളങ്കത്തിലോട്ട് ആക്കിയ അവന് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അവൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്വയം താലി അണിഞ്ഞ് അവരൊരു പണി കൊടുക്കാൻ ശ്രമിച്ചത് എന്ന് പറയുകയാണ്. എന്തായാലും ഗോമതി പറയണം, എന്തായാലും ഒരു സമാധാനമായല്ലോ, നമുക്കിന്ന് വൈകുന്നേരം ഇവിടെ വന്നതിൻ്റെ സന്തോഷം തീർച്ചയായും ആഘോഷിക്കണമെന്നും. അപ്പം മിത്ര പറയണം, ആഘോഷങ്ങൾ നമുക്ക് ആര്യനെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അച്യുതനും നമ്മുടെ ചേട്ടൻ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്യുതൻ പറയും, ഞാൻ ചേട്ടനെ അടിച്ചതിന് ചേട്ടൻ അലോകിനെ അടിച്ചപ്പോൾ ഞാൻ തടഞ്ഞതിന് സോറി, എത്രയായാലും അവൻ എൻ്റെ മകനല്ലേ, അതുകൊണ്ടാണ് ഞാൻ കൈ തടഞ്ഞത് എന്ന്. അപ്പോൾ ചേട്ടൻ പറയും, നീ അച്യുത എൻ്റെ മുന്നിൽ വല്ലാണ്ട് അങ്ങ് അഭിനയിക്കേണ്ട, നിൻ്റെ അഭിനയം ഇത്തിരി കൂടുന്നുണ്ട്. അപ്പോൾ അച്യുതൻ പറയും, ഞാൻ ചേട്ടൻ്റെ മുന്നിൽ അഭിനയിക്കുക, എന്താ ചേട്ടാ ഈ പറയേണ്ടത് എന്നൊക്കെ പറയും. പിന്നെ മിത്രേനെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന കാര്യം തീർച്ചയായും നമുക്ക് ആലോചിക്കണം എന്ന്. അപ്പോൾ ചേട്ടൻ പറയും, നമുക്കത് ആലോചിക്കാം, എന്തായാലും അതിനൊരു നല്ല സമയം വരട്ടെ. അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ധർമ്മൻ്റെ കാര്യം ഞാനൊരു കാര്യം ആലോചിച്ച് വെച്ചിട്ടുണ്ട് ചേട്ടാ, അവനൊരു കട തുടങ്ങിയാലോ എന്നാണ് ആലോചിക്കുന്നത് എന്ന്. ധർമ്മൻ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചേട്ടാ, ഞാൻ ചേട്ടന്മാരുടെ കൂടെ കടയിലൊക്കെ വന്നോളാം. അത് പറഞ്ഞാൽ പറ്റില്ല, നിനക്ക് എന്തായാലും ഒരു കട തുടങ്ങണം, നീ ഒരു മുതലാളി ആവാൻ തയ്യാറായിക്കോളൂ, ഇനി ചേട്ടനും കൂടി സമ്മതിച്ചാൽ മതി എന്ന് പറയും. ചേട്ടൻ പറയും, നല്ല കാര്യമല്ലേ, അതിലിപ്പോൾ എന്തിനാ സമ്മതക്കുറവ്, നമുക്ക് തീർച്ചയായും അവൻ എന്തായാലും ഒരു കട തുടങ്ങാമെന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഇന്നത്തെ സാന്ത്വനത്തിലെ എപ്പിസോഡ്.